ഇപ്പോ മറ്റൊരു തെളിവ് എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക, അതിന് തെളിവുണ്ടോന്ന്? നബിദിനത്തിന് അനുവദനീയമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഖുർആനിൽ നിന്നും തെളിവ് കാണിച്ചു തരാം. ഞാനും നിങ്ങളും മാത്രം ഒരു സംവാദം തയ്യാറുണ്ടോ? നിങ്ങൾ തന്നെ മുഖാമുഖത്തിൽ നിങ്ങൾ കുറെ മൈക്ക് സംവാദത്തിന് തയ്യാറുണ്ടോ? സംവാദത്തിന് തയ്യാറുണ്ടോ? അങ്ങനെ ആയത്തോതണം. അദ്ദേഹം വെല്ലുവിളി ആയത്ത് മരീസ് ഓതി നബിദിനത്തിന് തെളിവ് അറിയുന്നതാണ്. അപ്പൊ അദ്ദേഹം നബിദിനത്തിന് ഓതുന്ന ആയത്ത് നിങ്ങൾ കേൾക്കണം. ആ ആയത്തിന് പൂർവ്വകാല മുഫസ്സിറുകൾ ഇത് നബിദിനം കഴിക്കാനുള്ള തെളിവാണ് എന്ന് അദ്ദേഹം പറയും. അദ്ദേഹത്തിന് പറയാനുള്ള അവസരം, അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേൾക്കണം. നബിദിനം നബിന്റെ സുന്നത്താണ്, ഇസ്ലാമിലെ നിയമമാണ്. സുന്നത്താണല്ലേ? എന്ന് അങ്ങനെയല്ല, നബിദിനം കഴിക്കുന്നതിനെ പറ്റി സംവാദത്തിനുണ്ടോന്നാണ്. അപ്പൊ നബിദിനം കഴിക്കൽ സുന്നത്താണെന്നാണ്. അതിന് ആയത്ത് ഓതാൻ പോവാണ്. ഓത് കേട്ടോ. ആദ്യം ഒന്നാം പ്രമാണം ആയത്ത്, ശേഷം ഹദീസ്. സമയമുണ്ട്, നിക്ക്. ഇപ്പൊ നമ്മൾ തൽക്കാലം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുക. അദ്ദേഹത്തിന് വിഷയം അവതരിപ്പിക്കാൻ 5 മിനിറ്റ് കൊടുക്കുകയാണ്. ഒരു 2-3 ആയത്ത് ഓതാനുള്ള സമയമുണ്ട്. 2-3 ആയത്ത് ഓതാനുള്ള സമയമുണ്ട്. 5 മിനിറ്റ്. ഇതാ അദ്ദേഹത്തിന് ക്ഷണിക്കുന്നു. നിങ്ങളെ പേരെന്താ? നാസർ. അല്ല ആയിക്കോട്ടെ, നാസർ. പേര് അബ്ദുൽ നാസർ KK. വീട് മുട്ടിൽ അടുത്താണ്. ആയത്ത് നബിദിനം ആഘോഷിക്കാൻ ആയത്ത് എന്താണ് എന്നാണ്. അതിന് 5 മിനിറ്റ് വേണമെന്നില്ല. ഇവിടെ മദ്രസ പ്രസ്ഥാനത്തിന് ആയത്തോതി തെളിവോതി അത് നിർബന്ധമാണെന്ന് പറഞ്ഞു. അതുപോലെ നബിദിനത്തിനും തെളിവുണ്ട് ഖുർആനിൽ തന്നെ. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ പറയുക. അതുപോലെ അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ പരസ്പരം എല്ലാവരോടും പറയുക. അത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അത് നിങ്ങളുടെ മറ്റെല്ലാ സംഗമത്തെക്കാളും, നാം ഇപ്പോൾ ഒരു സൽക്കർമ്മത്തിന്, ഒരു നല്ല കാര്യത്തിന് വേണ്ടി സംഗമിച്ചിരിക്കുകയാണ്, എല്ലാ സംഗമത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് ഖുർആൻ ശരീഫ്. അതിന് ഇനി സനദ് ചോദിക്കേണ്ട ആവശ്യമില്ല, ഖുർആൻ ശരീഫാ പറഞ്ഞത്. ഇനി റഹ്മത്ത് നിങ്ങൾ പറയുക, റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കുക, അത് നിങ്ങൾ പറയാനാ പറഞ്ഞത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകർക്ക് മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ, മുത്ത് നബിയെ, അങ്ങേ നാം അയച്ചിട്ടില്ല. ലോകത്ത് മുഴുവനും അനുഗ്രഹമാണ്, റഹ്മത്താണ്. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതും ഖുർആനിൽ പറയുന്നു. ഈ അനുഗ്രഹം കൊണ്ട്, ഈ റഹ്മത്ത് കൊണ്ട്, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം, അത് നിങ്ങൾ പറയണമെന്ന് ഖുർആനുൽ ശരീഫ്. അതിന് യാതൊരു മറ്റു തെളിവുകളെയും ആവശ്യമില്ല. അതുകൊണ്ട് ഈ തെളിവ് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൽമ പഠിക്കൽ നിർബന്ധമാണെന്ന് എന്ന തെളിവ് കൊണ്ട് മദ്രസ ഉണ്ടാക്കൽ അനുവദനീയമാണ് എന്നതുപോലെ മദ്രസ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറയലാണ് തെറ്റെന്നാ പറഞ്ഞത്. അതുപോലെ ഞങ്ങൾ പറയുന്നില്ല നബിദിനം മാത്രമാണ് നബി സ്നേഹത്തിന്റെ മാർഗം, അങ്ങനെ ആരും പറയുന്നില്ല. നബിദിനം മാത്രമാണ് നബി സ്നേഹത്തിന്റെ മാർഗം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നബി സ്നേഹത്തിന്റെ ഒരു മാർഗമാണ് നബിദിനാഘോഷം. അതിന് ഒരു ദിവസത്തിൽ, ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു സംഗതി ചെയ്യുന്നു. അതുപോലെ ഒരു ദിവസത്തിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നതാണ് തെറ്റുപോലും. എന്നാൽ ഇൽമ പഠിപ്പിക്കൽ എല്ലാ സമയത്തും നിർബന്ധമല്ലേ? ഇൽമ പഠിക്കൽ നിർബന്ധമാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. മദ്രസയിൽ വെച്ച് മാത്രം പഠിപ്പിക്കുക, അത് തെറ്റാവൂലേ? എല്ലായിടത്തും പഠിപ്പിക്കണ്ടേ? 365 ദിവസവും പഠിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ എല്ലാ സ്ഥലത്തും ഇൽമ പഠിപ്പിക്കണ്ടേ? അങ്ങനെയില്ല. അതിന് നമുക്കൊരു നിർണിത രൂപം ചെയ്യാം. അതിന് തെളിവ് ഖുർആനിൽ ഇൽമ പഠിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇൽമ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റഹ്മത്ത് കൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രത്യേക ദിവസം മാത്രം നമുക്ക് നിർണയിക്കാം, മദ്രസ പോലെ. ഖുർആനിൽ നിന്ന് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. തെളിവ് എതിർ സാക്ഷ്യം പറയുക, മറുപടി ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ സഹോദരങ്ങളെ. ഇപ്പൊ സംവാദത്തിൽ മൂപ്പര് വാദം ഉന്നയിച്ചു, നബിദിനം ആഘോഷിക്കുന്നതിന് ഖുർആനിൽ തെളിവ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുക്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ആയത്തിന്റെ വാക്യട്ടോ.
തുടക്കാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. യാ യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅത്തുക്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. വശിഫാഉൻ ലിമാ ഫി സുദൂർ, ഹൃദയങ്ങൾക്കുള്ള ശിഫയും ഖുർആനാട്ടോ. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കുള്ള നേർമാർഗവും സന്മാർഗവുമാണ്, കാരുണ്യവുമാണ് ഈ ഖുർആൻ. ഖുൽ, നബിയെ പറയുക, ബിഫദ്ലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ്, ഔദാര്യം കൊണ്ടാണ്. വബി റഹ്മത്തിഹി, അവന്റെ കാരുണ്യം കൊണ്ടാണ്. ഫബിദാലിക, ഏതുകൊണ്ടാണ്? ഫബിദാലിക, അതുകൊണ്ട്, ആ ഖുർആൻ നിങ്ങൾക്ക് അല്ലാഹു അവതരിപ്പിച്ചു എന്നതുകൊണ്ട്, ഫൽയഫ്റഹൂ, അവർ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും നല്ലത് അതാണ്. ഒന്നാമത്തെ എന്റെ ചോദ്യം, ഇത് അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. കേട്ടോളട്ടോ, ഇതിന്റെ പരിഭാഷയും വിശദീകരണം കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ, അമാനി മൗലവിയല്ല, കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ. വളരെ ചിന്താർഹമായ കാര്യമാണ് വാക്യം 57 പഠിപ്പിക്കുന്നത്. മനുഷ്യഹൃദയങ്ങളെ ഏതെല്ലാം രോഗങ്ങളാണ് ബാധിച്ചിരിക്കുന്നതെന്ന് നാനാഭാഗത്തേക്കും ഒന്ന് നോക്കിയാൽ നമുക്ക് സ്പഷ്ടമായി കാണാം. ക്ഷമയോടെ നിങ്ങളിത് കേൾക്കണം. മൂപ്പരെ നമ്മൾ വിടുകയാണ്. അല്ലല്ല, മൂപ്പര് കേൾക്കണം എന്നില്ല. എന്താ കാരണം എന്നറിയോ? ഇങ്ങനെ ഒരു ആയത്തുണ്ടായിട്ട് 4 ഖലീഫമാര്, സഹാബിമാര്, മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഈ ഒരു ആയത്ത് വെച്ചിട്ട് ഒരു ദിവസമെങ്കിലും കൊടി പിടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസമെങ്കിലും മൗലിദ് ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസമെങ്കിലും റസൂലുള്ളാഹിന്റെ കീർത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഈ ആയത്ത് മാത്രം വെച്ചിട്ട് ഞങ്ങൾ ആഘോഷിക്കും, മൗലിദ് ഞങ്ങൾ ആഘോഷിക്കും. ഒന്നുകൂടി ചെല്ലും, അല്ലാഹു അക്ബർ എന്ന്, അല്ലാഹു അക്ബർ തന്നെ, മൊയ്തീൻ ഷെയ്ഖ് എന്നല്ല, അല്ലാഹു അക്ബർ ഇല്ല, ഒരു 2 വട്ടം ചെല്ലും, ഞങ്ങളിത് പഠിപ്പിക്കും. ഇത് കേട്ടോളി, കേട്ടോളിട്ടോ, കേട്ടോളി. അവക്ക് ഔഷധങ്ങൾ കണ്ടുപിടിക്കാൻ വലിയ വലിയ ചിന്തകന്മാർ അങ്ങുമിങ്ങും പറന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് എന്തു ഫലം? ശരിക്കും കേട്ടോളിട്ടോ, നമ്മളെ തഫ്സീറല്ല, കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാർ. ഔഷധം കണ്ടുകിട്ടുന്നില്ല. ചിലപ്പോൾ ചില ഔഷധങ്ങൾ കണ്ടുകിട്ടിയെന്ന് സ്വാഭിമാനം അവർ ഉദ്ഘോഷിക്കുന്നത് കാണാം. അല്പ ദിവസം കഴിയുമ്പോൾ കേൾക്കാം അതുകൊണ്ട് താൽക്കാലിക ശമനമല്ലാതെ ശാശ്വത ശമനമില്ലെന്ന്. എന്നാൽ മാനവരാശിക്ക് മുമ്പിൽ ഒരു സിദ്ധ ഔഷധമുണ്ട്. അത് പഴഞ്ചനാണെന്ന് ധരിച്ച് അഗണ്യകോടിയിൽ തള്ളിവിട്ടിരിക്കുകയാണ്. പ്രസ്തുത ദിവ്യ ഔഷധമാണ് വിശുദ്ധ ഖുർആൻ. തീർന്നില്ല. അതാണ് ആ വാക്യം ചൂണ്ടിക്കാട്ടുന്നത്. ഓതിയ വാക്യം കേട്ടോ. ആ വഴിക്ക് മനുഷ്യന്റെ ഹൃദയം ഒന്ന് തിരിഞ്ഞെങ്കിൽ മനുഷ്യരുടെ സ്വഭാവ നടപടികളും അവരുടെ വീടും നാടും പരിസരവും സമൂഹവും സമ്പത്തും മറ്റും നന്നാക്കുവാനുള്ള ഉപദേശങ്ങൾ ഖുർആനിലുണ്ട്. ഹൃദയത്തിലുണ്ടാകുന്ന സംശയം, തെറ്റിദ്ധാരണ, ദുർവാസന, അതിമോഹം, അഹങ്കാരം, അസൂയ തുടങ്ങിയ സർവ്വരോഗങ്ങൾക്കും ഔഷധം അതിലുണ്ട്. സന്മാർഗവും ദുർമാർഗവും അത് വേർതിരിച്ച് കാണിച്ചു കൊടുക്കുന്നു. മനുഷ്യർക്ക് എന്തെല്ലാം നേടുവാനും ശേഖരിക്കുവാനും കഴിയുന്നുവോ അതിനേക്കാളെല്ലാം വിലപിടിച്ചതും അവരുടെ ജീവിത വിജയങ്ങൾക്ക് ഉപയുക്തവുമാണ് ഖുർആൻ. അള്ളാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും മൂലമാണ് അതവൻ മനുഷ്യർക്ക് നൽകിയത്. അതുകൊണ്ട് അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. ഖുർആൻ അവതരിപ്പിച്ചതിന് സന്തോഷം പ്രകടിപ്പിക്കാതെ റമദാനിലെ നോൻപ്, അതാണ് ആ മാസം. പക്ഷേ എന്തു ചെയ്യട്ടെ, മനുഷ്യൻ ഇതോർക്കുന്നില്ല. അവൻ കൺമുമ്പിൽ കണ്ട സുഖാഡംബരങ്ങളിൽ മയങ്ങി മലിനമായി ജീവിക്കുന്നു. ഖുർആനെ പറ്റി ഇറങ്ങിയ ആയത്ത്, അതിന് സന്തോഷിക്കണം എന്ന് പറഞ്ഞ ആയത്ത് നബിദിനത്തിന് ഓതി. ഞാൻ അദ്ദേഹത്തോട് പോയി സ്വകാര്യമായിട്ടിപ്പോ പറഞ്ഞതാ. ഈ ആയത്ത് കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾ നബിദിനം ആഘോഷിച്ചാൽ മരിക്കണിന് മുമ്പ് പടച്ചോനോട് ശരിക്കും പറയേണ്ടിയിരുന്നുള്ള ബോധം ഉണ്ടായിട്ട് ഓതിയാൽ മതിട്ടോ. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് അദ്ദേഹത്തോട്, അത് നിങ്ങൾ നാട്ടുകാരോട് ജനങ്ങളോട് പറഞ്ഞോളേ. ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ഇത് അദ്ദേഹത്തോട് പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള ഗുണകാംശമുണ്ട്. ഇത് കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരെ പരിഭാഷയായി വായിച്ചത്, മുജാഹിദീങ്ങളതല്ല. ശരി, ഇനി ഇങ്ങനത്തെ ആയത്തോടെ ഓതണ്ട. ഇനി ഇങ്ങനത്തെ ആയത്ത് ഹദീസോടെ ഓതണ്ട. എന്താ അറിയോ? നബിദിനത്തിന് ആയത്ത് ദുനിയാവുന്ന് കിട്ടൂല മക്കളെ, കിട്ടൂല. ഇങ്ങനെയുള്ള ആയത്താണെങ്കിൽ അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റ ഇന്ന മഅൽ ഉസ്രി യുസ്റ ഫഇദാ ഫറഗ്ത ഫൻസബ് ഇലാ റബ്ബിക ഫർഗബ്. അല്ലാഹു ഹൃദയവിശാലത നൽകിയില്ലേ? അപ്പൊ ഹൃദയവിശാലത നൽകിയ ഒരാളെ പറ്റി നമ്മൾ പറയണ്ടേ എന്നൊക്കെ പറഞ്ഞ് അതിന്നും തെളിവുണ്ടാക്കാം. ഇന്നാ അൻസൽനാഹു ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ധാരാളം നിനക്ക് നൽകിയിട്ടില്ലേ റസൂലുള്ളാഹ്, അത് പറഞ്ഞിട്ട് നബിദിനത്തിൽ തെളിവുണ്ടാക്കണം.
ഈ മാതിരി ആയത്ത് ഇനി ഇവിടെ ഓതേണ്ടതില്ല, ഇതിന്റെ സമയം ഞങ്ങൾക്ക് കളയാനാവില്ല. അതുകൊണ്ട് ഈ വാദപ്രതിവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു. മതം, മാനവികത, നവോത്ഥാനം. മുജാഹിദ് 8ാം സംസ്ഥാന സമ്മേളനം 2014 ഫെബ്രുവരി 6, 7, 8, 9 തീയതികളിൽ കോട്ടക്കൽ